മക്കളെ കളി കയ്യിന്ന് പോയിന്നാ തോന്നുന്ന നമ്മുടെ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആ ഒരു സമാധി ആയിട്ടുള്ള ആളുണ്ടല്ലോ, ആളിതാ ഒരു പൂജാരിയുടെ ശരീരത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആള് കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ന്യൂസിൽ വന്നതാണ്, കുറച്ച് കേക്ക് നമുക്ക് പറയാം. നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറി എന്ന വാദവുമായി യുവാവിന്റെ പരാക്രമം. നെയ്യാറ്റിങ്കര ചെമ്പരത്തി സ്വദേശി ആണ് പരാക്രമം നടത്തിയത്. ഇന്നലെ രാത്രി 12 സംഭവം. താമസ സ്ഥലത്തിന് സമീപമുള്ള 3ഓളം യുവാക്കളെ വീട്ടിൽ കയറി അകാരണമായി മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ച് തകർക്കുകയും ചെയ്തു എന്നാണ് പരാതി. അങ്ങനെ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അത് തന്നെ. കാരണം 7 പേരെ വെട്ടിയ കേസിൽ പ്രതി ആയതുകൊണ്ട് തന്നെ ആദ്യം ഒരാളുടെ ദേഹത്ത് പ്രവേശിക്കുമ്പോൾ ആദ്യം ചെയ്ത പരിപാടി എന്താ? ആ കലാപരിപാടി തന്നെ. നിരന്തരം ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ആഗ്രഹിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെ സംഭവിച്ചു. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. എന്തായാലും ആ പൂജാരി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ തല്ലിയ 3 പേരോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നോ എന്ന് ആദ്യം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. അതായത് ഒരാൾ സമാധി ഇരിക്കുന്ന സമയത്ത് അയാളുടെ ഭൗതിക ശരീരം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അയാളുടെ ആത്മാവ് ഈ പ്രപഞ്ചത്തിലേക്ക് ലയിക്കും എന്നാണ് പറയുന്നത്. തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിലുള്ള യാത്രയാണ് ഈ സമാധിയിലിരിക്കുന്ന ആ ഒരു ശരീരത്തിന് സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചത് എന്നാണ് ഈ ഒരു പൂജാരി പറഞ്ഞു വെക്കുന്നത്. അതായത് മക്കളെ, നിങ്ങൾ ചെയ്ത കർമ്മങ്ങളൊന്നും ഫലിച്ചിട്ടില്ല, വേഗം ബലിയിടുക, ആ ഒരു കാക്കയെ വിളിച്ചു വരുത്തുക. ഓക്കെ, എന്തായാലും നമുക്ക് വാർത്തയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇത് തന്നെയാണ് നമ്മളെയും ചിന്തിപ്പിക്കുന്നത്. കാരണം ഒരു ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറി എന്ന വാദം ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ അനീഷ് എന്ന ചെമ്പരത്തിവിള സ്വദേശി രാത്രി ആക്രമണം അഴിച്ചുവിട്ടത്. എന്താണ് ചെമ്പരത്തി വിള? കറക്റ്റാ, പേരൊക്കെ കറക്റ്റാ, ചെമ്പരത്തി. ഓക്കെ, കൊള്ളാം. തുടർന്ന് സമീപത്തുള്ള 3 യുവാക്കളെ ഇയാളെ അഗാധമായി മർദ്ദിച്ചു. ഇവർക്ക് പരിക്ക് പറ്റിയിരുന്നു, കാര്യമില്ലാത്ത പരിക്ക് പറ്റിയിരുന്നു. അപ്പോൾ ഇവരുടെ വാഹനം അടിച്ചു തകർത്തു. തുടർന്ന് ഇയാൾ അക്രമാസക്തനായതിനെ തുടർന്ന് നെയ്യാറ്റിങ്കര പോലീസിനെ നാട്ടുകാർ വിവരം അറിയിച്ചു. പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് തുടർന്ന് നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും ഇദ്ദേഹം അവിടെയും പരാക്രമങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹത്തെ തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നതെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഓക്കെ, കിട്ടിയ വിവരം അതാണ്. അതായത് ഇയാൾക്ക് വ്യക്തിവൈരാഗ്യമുള്ള ആളുകളാണ് ഈ ചെറുപ്പക്കാരി എന്നൊന്ന് കണ്ടെത്തണം, നല്ലതാണ്. അല്ലെങ്കിൽ കടം വാങ്ങിയതോ കൊടുക്കാനോ അല്ലെങ്കിൽ വാങ്ങാനുള്ള ആളാണെന്ന് നോക്കുക. അതല്ലെങ്കിൽ വേറെ വല്ല വ്യക്തിവൈരാഗ്യമുള്ള ആളാണെന്ന് നോക്കണം ആദ്യം. രാത്രി 12 മണിക്കാണ് ആള് മേത്ത് കയറിയിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയില് ബ്രഹ്മ ഭൂമർ എന്ന് പറയുന്ന ഒരു ചാനലിലുള്ള ഒരു സന്യാസി, അയാൾ ആർക്കും ഇഷ്ടമല്ല, ചില ആളുകൾക്ക് ഇഷ്ടമാണ്, ചില ആൾക്ക് ഇഷ്ടമല്ല. ആള് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പകലൊന്നും ഇവർക്ക് സമയമില്ലേ എന്നുള്ളതാണ്. ഈ രാത്രിയിലാണ് ഈ സഞ്ചാരം മുഴുവൻ. അതെന്താ സംഭവം? ഒരു പിടിയില്ല. അത് ഒന്ന് പരിശോധിക്കണം, നല്ലതാണ്. എന്താ ഏതാണെന്നൊക്കെ ആളെ രാധാശത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്ന് ചോദിച്ചോ കേട്ടാ. ഇതിന്റെ പിന്നിൽ എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല. കാരണം ഇത് ആദ്യമായാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതാണ് വിവരം. ഇനി മദ്യലഹരിയിലാണോ മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗിച്ചതിനുള്ള അതാണോ വൈരാഗ്യമാണോ എന്നുള്ളത് പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. എന്തായാലും ഈ പറയുന്ന യുവാക്കളുടെ വാഹനങ്ങൾ 3 വാഹനങ്ങൾ ബൈക്ക് കേടുപാട് വരുത്തി ഈ പറയുന്ന 3 പേരുടെ നേർക്ക് ഇദ്ദേഹം ആക്രമണം നടത്തുകയും ചെയ്തു ഈ അനീഷ്. എന്തായാലും നെയ്യാറ്റിങ്കര പോലീസ് വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം. പക്ഷെ ഇദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണെന്ന്. അതായത് ജീവിച്ചിരിക്കുമ്പോ തന്നെ ഗുണ്ടാ പരിപാടി, 7 ആളെ വെട്ടി കേസിലൊക്കെ പ്രതി. മരിച്ചു കഴിഞ്ഞപ്പോ ആത്മാവായിട്ട് ആദ്യം ചെന്ന് ചേർത്ത പരിപാടി ഇത് തന്നെയാണെന്നാ പറയുന്നത്. ആ മനുഷ്യൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ആദ്യം ഒന്ന് പരിശോധിക്കണേ. ഇപ്പൊ ഈ വാർത്ത വായിക്കുന്ന ആള് പോലും അയാൾ മദ്യപിച്ചിട്ടില്ല, എന്താ സംഭവം അറിയില്ല എന്ന രീതിയിലാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 12 മണിക്കാണ് കയറുന്നത്. 3 പയ്യന്മാരുടെ വാഹനം അടിച്ച് തകർത്ത് അവരുടെ വീട്ടിൽ കയറി അതിനെ പടച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എന്തായാലും കൊള്ളാം. സമാധിക്ക് ഇപ്പോ ഒരു സമാധാനമായിട്ടുണ്ടാവും. ഏകദേശം എല്ലാവരിലേക്കും ഒന്നും കൂടി സ്പ്രെഡ് ചെയ്യാൻ എളുപ്പമായല്ലോ. എന്ത് വിശ്വാസേ, ഈ അന്ധമായിട്ടുള്ള വിശ്വാസത്തിന്റെ പാതയിലേക്ക് തെളിച്ചു വിടാൻ ഇത് നല്ലതാ. എന്റെ പൊന്നു സനന്ത, എന്റെ അനിയൻ ചെയ്ത കർമ്മങ്ങൾ ശരിയായിട്ടില്ല എന്ന് എനിക്ക് തോന്നട്ടെ. അല്ലെങ്കിൽ ഇപ്പൊ ഈ പണിയൊന്നും വരാൻ വഴിയില്ല. ശരിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ സമാധിയുടെ ഈ ബോഡിയിൽ നിന്ന് പരമാത്മാവ് അങ്ങ് വിടും, ആകാശത്തേക്ക് വിടും. എന്ന് അവിടെയൊക്കെ പ്രപഞ്ചത്തിലൊക്കെ പരന്ന് നടക്കും. എന്നിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ആരാണോ നമ്മുടെ ഈ കർമ്മങ്ങൾ ചെയ്ത മനുഷ്യൻ അയാളുമായിട്ടാണ് പിന്നെ ഡീലിങ്. നിന്നേറ്റൊരു ഡീലും ഇല്ലല്ലോ എന്റെ പൊന്നു മോനെ, എന്തോ പറ്റി. ഈ ആക്രമണത്തിന് ഇരകളായ യുവാക്കളും ആക്രമണം നടത്തിയ അനീഷും തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇവർ പരിസരവാസികളാണ്, അയൽവാസികളാണ്. ഇവർ തമ്മിൽ അങ്ങനെ കാര്യമായ ഒരു ഇല്ലെങ്കിലും ഇടയ്ക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പക്ഷെ ഒരു കാര്യമായ ഒരു വിരോധത്തിന്റെ ഒന്നും കിട്ടുന്നില്ല. കാര്യമായിട്ടൊരു സാധനമൊന്നും ഇല്ലെങ്കിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ആ അഭിപ്രായ വ്യത്യാസത്തിന് ഒരു തല്ല് കൊടുത്തു കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കൊന്നുമില്ല. ആ ഒരു ഐഡിയ വെച്ചിട്ട് ആള് ചെയ്തതാണോ എന്നൊരു സംശയം എനിക്ക് ഇല്ലാതില്ല. ഇത് തന്നെ പരിപാടി. എങ്ങനെയെങ്കിലും ഈ പേരും പറഞ്ഞ 4 പടപടച്ച് ആരും ഒന്നും പറയില്ല. പിന്നെ അവിടെ ഒരു വിശ്വാസത്തിന്റെ കാര്യം നടക്കും, പിന്നെ ഇതൊന്ന് ഫേമസ് ആവുകയും ചെയ്യും. എനിക്കും അത് തന്നെയാണ് എന്റെ ശക്തമായ നിഗമനം. അതൊക്കെ തന്നെയാണ്. ചെറിയ രീതിയിലുള്ള ഒരു പണിയായിരുന്നു, അത് വലിയ രീതിയിലായി, ഇപ്പൊ ജയിലിലുമായി. കൊള്ളാം. ഇത് ഇത്തരത്തിൽ ആവുകയായിരുന്നു. രാത്രിയോടുകൂടി 12 ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി ഈ ഒരു ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. എന്തായാലും പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത്. കാരണം ഇദ്ദേഹത്തിന് അപ്പോഴും വയലന്റ് ആയിരുന്നു. പോലീസ് ബന്ധനസ്ഥമാക്കിയാണ് ഇദ്ദേഹം ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മദ്യലഹരി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇദ്ദേഹത്തെ അവിടെ തന്നെ ചികിത്സ നൽകി വിടുമായിരുന്നു. ഒരുപക്ഷെ അത് നിയന്ത്രിക്കാൻ അവിടെയുള്ള ഡോക്ടർമാർക്ക് പോലും കഴിയാത്തൊരവസ്ഥ വന്നതുകൊണ്ടാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇദ്ദേഹത്തെ റെഫർ ചെയ്യുന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എനിക്ക് തോന്നുന്നത് ഈ പൂജാരിയുമായിട്ട് സംതിങ് എന്തൊരു വിഷയം പണ്ട് ഗോപൻ സ്വാമിക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഒരു കശപിശ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെ ആള് സമാധി ആയപ്പോ പൂജാരി വിചാരിച്ചിട്ടുണ്ടാവും പണി എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. ആൾ ആ ഒരു ഭാവത്തിലൂടെ സഞ്ചരിച്ചപ്പോ ആൾക്ക് തോന്നിയ ഒരു കാര്യം ആവാനും ഒരു സാധ്യത ഇവിടെ കിടക്കുന്നുണ്ട്. അതും നിരസിക്കാൻ കഴിയില്ല കേട്ടോ. മരിച്ചശേഷം ഗോപൻ സ്വാമിക്ക് രക്ഷയില്ലാത്തൊരവസ്ഥയാണ്. കാരണം അദ്ദേഹത്തിന് പല രീതിയിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട്, സമ്പാദ്യവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ മൃതശരീരം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു, പിന്നീട് സംസ്കരിക്കുന്നു. അങ്ങനെ ആരോപണങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ സംസ്കാരം നടത്തിയ ശേഷവും പിന്നീടും ആരോപണങ്ങൾ നിലയ്ക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത് ഗോപൻ സ്വാമിയുടെ പേര് പറഞ്ഞ് ചില യുവാക്കൾ രംഗത്തിറങ്ങുന്നു. ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്ന വാദവുമായിട്ടാണ് അനീഷ് എന്ന നെയ്യാറ്റിൻകര സ്വദേശി അനീഷ് എന്ന യുവാവ് വീടിന്റെ പരിസരത്ത് വലിയ രീതിയിലുള്ള പരാക്രമം നടത്തിയത്. 3 യുവാക്കളെ ആക്രമിക്കുകയും ബൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തത്. എനിക്ക് തോന്നുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്തരിക അവയവങ്ങളൊക്കെ കൊണ്ടുപോയി. ഇനിയിപ്പോ തിരിച്ചു വന്നിട്ട് കേറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ഇപ്പൊ ആകെ ലോക്കില, നീച്ചു വരാനും പറ്റൂല. അപ്പോഴാവും തോന്നിണ്ടാവുക നമുക്കിട്ട് പണിത അവന്റെ പേര് തന്നെ കേറി അവനൊരു പണി കൊടുക്കാന്ന്. ഏത് അത്. അപ്പൊ എന്റെ പൊന്നു സനന്ദന്റെ അനുജന്റെ പേരെന്താന്ന് ഞാൻ മറന്നു. എന്റെ യോഗി ത്യാഗി എന്താണ് പൂജാരി എന്തായിരുന്നു പോറ്റി. എന്റെ പൊന്നു മോനെ പോറ്റിയെ, നിന്നെ ഏറ്റല്ലേ ശരിക്ക് ഒരു കണക്ഷൻ വേണ്ടത്. നീയല്ലേ പൂജ ചെയ്തത്. ഇപ്പൊ നീ ആരായി? വെരി ഗുഡ്. നല്ല പണിയല്ലേ നിനക്ക് നിന്റെ ഡാഡി തന്നിട്ടുള്ളത്. എന്റെ ഗോപൻ സ്വാമി എന്തൊക്കെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി അങ്ങോട്ട് ചാകരയായിരിക്കും. ജനങ്ങളുടെ ഒരു ഇറക്കം അങ്ങോട്ട് വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഓക്കെ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഡീറ്റെയിൽസ് വരട്ടെ. ആൾ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങട്ടെ. ഏത് പ്രാന്താശുപത്രിയിൽ നിന്ന്. അപ്പൊ വീണ്ടും വരാം പുതിയ വാർത്താ വിശേഷങ്ങളുമായി. സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.